ചെയ്യുന്ന ടാസ്കിലൊരു ഫ്ലോ കണ്ടെത്തുക, അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇക്കിഗായ് എന്ന ഹാബിറ്റിനൊരു ഭാഗമാണ്. ഇനി അതിൽ ആദ്യമായി സംസാരിച്ചത് ഫൈൻഡ് എ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ മോഡറേറ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഫ്ലോ അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഓവൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓവൻ ഷഫർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചർച്ച ചെയ്തു, ഫൈൻഡ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അതിലൂടെ ഡിസ്ട്രാക്ഷൻസ് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ പറയാൻ പോവുകയാണ്, ഹാവ് എ ക്ലിയർ ആൻഡ് കോൺക്രീറ്റ് ഒബ്ജക്റ്റീവ് എന്നാണ് ഓവൻ ഷഫർ അതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഈ ടാസ്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ടുള്ള ടാസ്ക് ഉണ്ട്, മോഡറേറ്റ്ലി ഡിഫിക്കൽട്ടായ ടാസ്കുകളുണ്ട്, ബിയോണ്ട് അവർ എബിലിറ്റീസിലുള്ള ടാസ്കുകളുണ്ട്. ഇപ്പോൾ ഈസി ആയ ടാസ്ക്കായി നമുക്ക് ബോറടിക്കും. അപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ളതാണ് നമ്മെ സംബന്ധിച്ചൊരു ഫ്ലോ സ്റ്റേറ്റിൽ എത്താൻ സാധിക്കും. ബിയോണ്ട് അവർ എബിലിറ്റി ആണെങ്കിൽ അത് ആങ്സൈറ്റിയും ഒപ്പം തന്നെ ഡിപ്രഷനും ടെൻഷനും എല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മോഡറേറ്റ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒപ്പം തന്നെ ബിയോണ്ട് അവർ എബിലിറ്റീസ്, നമ്മുടെ കഴിവുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ നാം ഒഴിവാക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഹാവ് എ ക്ലിയർ കോൺക്രീറ്റ് ഒബ്ജക്റ്റീവ്. ഈ ഒരു കാര്യം ചെയ്യുന്നതിന് എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്? ഇപ്പോൾ ഈ പല പഠനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ജിയോ ടിറ്റോ എന്നൊക്കെ പറയുന്ന MIT ലാബിൻ്റെ ഡയറക്ടറായിട്ടുള്ള അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്, ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ ക്ലിയറായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 60% കൂടുതലാണെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പല ഗെയിമുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കാം, ഫുട്ബോൾ ആയിരിക്കാം, അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസ് ആയിരിക്കാം. അത് ക്ലിയർ ആയൊരു ഗെയിമും റൂളും ഉണ്ട്. അതുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ BCG ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പെല്ലാം നടത്തിയ പഠനങ്ങളിലും പറയുന്നുണ്ട്, എംപ്ലോയീസിന് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ലക്ഷ്യത്തെ നേടുവാനായിട്ട് സാധിക്കുമെന്ന്. ഞാനത് പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അനാലജി നിങ്ങൾ ഓർമ്മയുണ്ടാകുമായിരിക്കും. അനാലജിയുടെ പേരെന്ന് പറയുന്നത് എലിഫൻറ്റ് ആൻഡ് റൈഡർ അനാലജി എന്ന് പറയുന്നത്. ഈ എലിഫൻറ്റ് ശക്തിയുള്ളതാണ്, എന്നാൽ ഈ റൈഡർ അല്ലെങ്കിൽ പാപ്പ എന്ന് പറഞ്ഞാൽ ശക്തി കുറഞ്ഞയാളാണ്. പക്ഷെ എപ്പോഴും ജയിക്കുന്നത് ഈ റൈഡർ തന്നെയാണ്, അല്ലെങ്കിൽ പാപ്പാൻ തന്നെയാണ്. കാരണം എന്താണ്? പാപ്പാൻ കൃത്യമായ ഡയറക്ഷൻസ് കൊടുക്കുന്നു, വഴി കാണിച്ചു കൊടുക്കുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നു, അല്ലേ? അപ്പം അത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്ലിയർ ആയ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പല പുസ്തകങ്ങളിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ BCG മെട്രിക്സ് അല്ലെങ്കിൽ ജിയോ ടിറ്റോ എന്ന് പറയുന്ന MIT ലാബിൻ്റെ ഡയറക്ടർ, ഇവരെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ക്ലിയർ ആയ ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇക്കിഗായിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, നമ്മുടെ കയ്യിലൊരു മാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു മാപ്പ്, ഒരു സ്ഥലത്ത് നമ്മളായിരിക്കുന്നു, നമ്മുടെ കയ്യിലൊരു മാപ്പുണ്ട്. പക്ഷെ അതായിരിക്കുമോ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്? പക്ഷെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ല. പലരുടെയും ജീവിതം ഇങ്ങനെയാണ്, കയ്യിൽ മാപ്പുണ്ട് പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല, ഒപ്പം തന്നെ എവിടെയാണ് നിൽക്കുന്നതെന്നും അറിയുന്നില്ല. അപ്പോൾ ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ഇപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നതെന്നും അതാണ് എബിലിറ്റി സ്കിൽസ് എന്നെല്ലാം പറയുന്നത്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നും. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് കോമ്പസ് ഓവർ മാപ്പ് എന്ന് പറയും. ഇപ്പോൾ കോമ്പസ് എന്ന് പറഞ്ഞ ഡയറക്ഷൻസ് കാണിക്കുന്നതാണ്, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ മാപ്പിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോമ്പസ് ആണ് എന്നാണ് ഈ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു പുസ്തകമാണ് വിപ്ലാഷ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ജോയ് ഇട്ടോ എഴുതിയ ഒരു പുസ്തകമാണ്. അത് പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് നമുക്ക് ഡിപ്രഷനെ മറികടക്കുവാൻ അല്ലെങ്കിൽ ആങ്സൈറ്റിയെ മറികടക്കുവാൻ സാധിക്കും. വെൻ യു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആങ്സൈറ്റി വിൽ ഡിസപ്പിയർ എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും ഉള്ള പ്രശ്നമാണ്, ഒരു ടാസ്ക് ചെയ്യാൻ തുടങ്ങിയാൽ അതിനെ കുറിച്ച് ഓർത്ത് തെറ്റിപ്പോകുമോ, അത് തോൽവി സംഭവിക്കുമോ, പരാജയപ്പെടുമോ, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ആണ്. പക്ഷെ ഇവിടെ പറയുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ഡിസപ്പിയർ യുവർ ആങ്സൈറ്റി. അപ്പോൾ ഈ ഒബ്ജക്റ്റീവൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ളതാണ്, ഇതെനിക്ക് ചെയ്യാൻ സാധിക്കുമോ, ഇത് എന്നുള്ള കഴിവ് എനിക്കുണ്ടോ, ഇങ്ങനെ ചിന്തകളെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പല കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് യങ്സ്റ്റീൻ പറഞ്ഞൊരു കാര്യമാണ്. ആ കോട്ടിങ്ങിനെയാണ്, എ ഹാപ്പി മാൻ ഈസ് ടു സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രസൻറ്റ് ടു ഡ്വെൽ ഇൻ ദ ഫ്യൂച്ചർ. എന്ന് വെച്ചാൽ ഒരു സന്തോഷമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ അദ്ദേഹം ജീവിക്കുകയാണ്, അതിലൂടെ അദ്ദേഹം ഫ്യൂച്ചറിലും ജീവിക്കാനായിട്ട് പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ്. ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അത് മുഴുകി ജീവിക്കുക, ഇപ്പോൾ ചെയ്യുന്ന ടാസ്കിൽ ഇൻവോൾവ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് സെലക്ട് ചെയ്യുക. ഇനി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. അത് സ്റ്റെപ്പുകൾ നമ്മൾ ഇനി സംസാരിക്കുന്നതായിരിക്കും.
ഓർക്കുക, ഈ ഒരു ഡയറക്ഷനുള്ള ഒബ്ജക്റ്റീവുള്ള ഒരു ജീവിതം അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇക്കിഗായി അല്ലെങ്കിൽ സെൻസ് ഓഫ് പർപ്പസ്, മീനിങ്, ഫുൾഫിൽമെൻറ്റ്, ലോങ് ടൈം ആയിട്ട് ലോങ്വിറ്റിയുള്ള ആരോഗ്യമുള്ള ജീവിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. നമുക്ക് തീർച്ചയായും അതിലൂടെ മുന്നേറാം. എല്ലാ വിദ്യാർത്ഥികളും നേരുന്നു. നാളെ കാണാം. ഓൾ ദ ബെസ്റ്റ്.